ഒറ്റൊരു വാക്കേ എനിക്ക് ഈ ഒരു പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അബ്സല്യൂട്ട് സിനിമ. ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു മീം അല്ലെങ്കിൽ ആ ഒരു കോട്ട് ആണ് എനിക്ക് സത്യം പറഞ്ഞാ എന്റെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം നോളൻ ഓൾമോസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റും പുള്ളിക്കാരന് എത്രത്തോളം അറ്റൻഷൻ ടു ഡീറ്റെയിൽ കൊടുത്താണ് ചെയ്യുന്നത്, എത്രത്തോളം റിസർച്ച് ചെയ്താ ചെയ്യുന്നത്. ബാക്കിയുള്ള ഒരു ഫിലിം മേക്കറെ പോലെയല്ല. ഞാൻ ഇത്രയും പറയുള്ളൂ. ഇപ്പൊ നമുക്ക് കുറച്ചധികം ജെയിംസ് ക്യാമറോണിന്റെ അവതാറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പടം എങ്ങനെയാണ് ഈ പറഞ്ഞ 1 ബില്യൺ ഒക്കെ എത്തിയതെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഫസ്റ്റ് അവതാർ സിനിമയ്ക്ക് ശേഷം അതിനുശേഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന എല്ലാ അവതാർ പടങ്ങളും ജസ്റ്റ് ആ ഒരു ഗ്രാഫിക്സിന്റെ കാര്യം വെച്ചിട്ടായിരുന്നു ഇത്രയും ഹൈപ്പിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആസ് എ ഒരു സ്റ്റോറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര മീഡിയോക്കർ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. അവിടെയാണ് ക്രിസ്റ്റഫർ നോളൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിലിം മേക്കറിന്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെ. ആൻഡ് പുള്ളിക്കാരൻ ചൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് എപ്പോഴും ഭയങ്കര, അതായത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ നേരെ പുള്ളിക്കാരൻ ഇൻസെപ്ഷൻ വന്നു, ഇൻസെപ്ഷൻ നേരെ DC പോയി ബാറ്റ്മാനെ ചെയ്തു. പിന്നെ നമുക്ക് റീസെന്റ് ഓപ്പൺഹൈമർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ടെനറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരൻ എപ്പോഴും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പ്രൊജക്ട്സ് ആണ് ചൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയുള്ള ഒരു പ്രൊജക്ട് തന്നെയാണ് ദ ഓഡിസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പടവും കൂടി തന്നെ. ആൻഡ് ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആസ് ഒരു ഫാൻ ബോയ് ആയിട്ടാണെങ്കിലും ആസ് ഒരു മൂവി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളൂ അബ്സല്യൂട്ട് സിനിമയാണ് ഞാൻ ആക്ച്വലി സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായത് തന്നെ. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുള്ളൂ, ഇതിന് റിവ്യൂവിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു നോളന്റെ പടമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പടം നിങ്ങൾ ആക്ച്വലി ഐമാക്സിൽ കാണാൻ പറ്റുവാണെങ്കിൽ ഐമാക്സിൽ തന്നെ കാണൂ. കാരണം നമ്മൾ കൊടുക്കുന്ന കാശിന് 100% വാല്യൂ നമുക്ക് ഈ ഒരു പടം നമുക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ദ ഓഡിസി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കൂടി നമുക്ക് എന്താണ് ഈ ക്രിസ്റ്റഫർ നോളൻ തന്നിട്ടുള്ളതും തന്നെ. ഇനി ചെറിയൊരു സിനോപ്സിസ് ഞാൻ പറയാം. ഈ ഒരു പടം കാണുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ബ്രാഡ് പിറ്റ് അണ്ണന്റെ ഒരു ട്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ദ ബാറ്റിൽ ഓഫ് ട്രോയ് നമുക്ക് അറിയാവുന്ന തന്നെയാണ്. ഈ ഒരു പടത്തിന്റെ എന്താ പറയുക, സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള പ്ലോട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ബാറ്റിൽ ഓഫ് ട്രോയ്ക്ക് ശേഷം അക്ലീസിന്റെ സ്റ്റോറിയാണ് നമ്മൾ ആക്ച്വലി ട്രോയ് സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഇത് ഒഡീസിസിന്റെ സ്റ്റോറിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു ബാറ്റിൽ ഓഫ് ട്രോയ്ക്ക് ശേഷം ഒഡീസിസ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരന് വീട്ടിലെത്താൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അതാണ് നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു പടത്തിനകത്ത് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു അഡ്വഞ്ചർ. എന്തുകൊണ്ട് പുള്ളിക്കാരന് തിരിച്ച് വീട്ടിലെത്താൻ പറ്റുന്നില്ല, ആൻഡ് ആ ഒരു പല കാര്യങ്ങൾ നമുക്ക് ക്രിസ്റ്റഫർ നോളന്റെ ഈ ഒരു സിനിമയ്ക്ക് എത്തി നമുക്ക് എന്തായാലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ എന്നോട് ചോദിക്കുവാണെങ്കിൽ ട്രോയ് സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ബേസ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടും ഒരു രീതിയിലും വലിയ രീതിയിൽ കണക്റ്റഡ് ഒന്നുമല്ല. രണ്ടും രണ്ട് എന്താ പറയുക, ആ കൂടി കണക്ഷൻ എനിക്ക് പറയാൻ പറ്റുന്ന സെയിം മിത്തോളജിയിൽ സംഭവിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ട്രോയ് കണ്ടു കുറച്ചും കൂടി ഈ ഒരു വേൾഡ് എന്താണെന്നൊരു കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. സോ ഇനി നമുക്ക് നേരെ ഓഡിസി സിനിമയെ എന്തുകൊണ്ടാണ് അബ്സല്യൂട്ട് സിനിമയാക്കുന്നത് എന്നുള്ള പല ആസ്പെക്ട്സിലേക്ക് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിനകത്തുള്ള ആക്ഷൻസ് തന്നെയാണ്. ഭയങ്കര എപ്പിക് ആയിട്ടുള്ള ആക്ഷൻ ആണ് നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു പടത്തിനകത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. എന്റെ ചെറിയൊരു ഇത് എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആക്ഷൻ വേണമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചും കൂടി ഇത് സ്റ്റോറി പ്ലോട്ട് ലൈൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ക്യാരക്ടേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആക്ഷൻ കുറച്ച് കുറഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കിട്ടിയിട്ടുള്ള ആക്ഷൻ വേറെ ലെവലാണ്. എസ്പെഷ്യലി നിങ്ങൾ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേറെ ലെവലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്താണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഇതിനകത്തുള്ള സ്റ്റോറി പ്ലോട്ട് ലൈനകത്ത് നമുക്ക് അവർ തന്നിട്ടുള്ള ടെൻഷൻസ്, ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ. കാരണം ചില സിനിമയിലേക്ക് പ്ലോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി അതിന്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നമുക്ക് ആക്ച്വലി പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരിക്കലുമല്ല. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. പിന്നീട് എടുത്ത് പറയേണ്ട ഇമോഷണൽ എലമെന്റ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇമോഷണൽ എലമെന്റ്സ് ഈ ഒരു പടത്തിനകത്ത് അവർക്ക് സൂപ്പർ ആയിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യാൻ പറ്റും. ഈ സിനിമ കാണുമ്പോൾ തന്നെ അവർ ഗോ ത്രൂ ചെയ്യുന്ന ആ ഒരു ജേർണി, എന്തുകൊണ്ടാണ് അവർ ഈ പല കാര്യങ്ങളും ചെയ്യുന്നത്, ആൻഡ് ആ ഒരു ഇമോഷണൽ ഫാക്ടർ ഈ ഒരു സിനിമയ്ക്കകത്ത് അവർക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു സിനിമയുടെ വൺ ഓഫ് ദ ഒരു മികച്ച എലമെന്റിൽ ഒന്ന് തന്നെയാണ്. പിന്നീട് എടുത്ത് പറയേണ്ട ഈ ഒരു സിനിമയ്ക്കകത്തുള്ള മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതെല്ലാം ഇവർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് CGയും വിഷ്വൽ എഫക്ട്സിലേക്ക് നമ്മൾ നോക്കി നമുക്കറിയാം പ്രാക്ടിക്കൽ എഫക്ട്സ് ആണ് ക്രിസ്റ്റഫർ നോളൻ മിക്ക പടത്തിനകത്തും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് അത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മിനിമലിസ്റ്റിക് ആയിട്ടാണ് CGയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ്, CGI, VFX, പ്രാക്ടിക്കൽ എഫക്ട്സ് എല്ലാം ആ ഒരു
ടോപ്പ് നോച്ച് ആയിട്ട് പുള്ളിക്കാരൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇമേർഷൻ നന്നായിട്ട് നമുക്ക് ലഭിക്കും. ഈ ഒരു എപ്പിക് ടെയിൽ നമ്മൾ കാണുവാണ്, നമ്മൾ ഈ ഒരു വേൾഡിലാണ്. ആസ് ഒരു വ്യൂവർ അതാണ് ഓരോരുത്തർക്കും വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു സിനിമ കാണുമ്പോഴും നമ്മളെ ആ ഒരു ഇമേർഷൻ ഫാക്ടർ നമുക്ക് കൊണ്ടുവരണം, ആ ഒരു സിനിമയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വേൾഡിലേക്ക് നമ്മളെ ഇമേഴ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള അത് നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു പടത്തിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പ് കുറേയധികം കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിന്റെ സ്റ്റോറി പ്ലോട്ട് ലൈൻ നിങ്ങൾ ആക്ച്വലി ആ ഒരു മിത്തോളജി അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനകത്ത് നിന്ന് കുറെ ചേഞ്ചസ് ആക്ച്വലി ക്രിസ്റ്റോഫർ നോളൻ വരുത്തിയിട്ടുണ്ട്. ആൻഡ് അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള പല കാസ്റ്റിംഗ് ചോയ്സസിന്റെ കുറെ ആൾക്കാർക്ക് കുറെ കാസ്റ്റിംഗ് ചോയ്സസ് ഒക്കെ ഭയങ്കര ക്വസ്റ്റ്യനബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവരുടെ ഔട്ട്ഫിറ്റ് ആർമേഴ്സ് കാര്യങ്ങളൊന്നും ആക്യുറേറ്റ് അല്ലെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് പുള്ളിക്കാൻ ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ആസ് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പുള്ളിക്കാരൻ DC-യിൽ ബാറ്റ്മാനെ ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായ തന്നെയാണ് ആ ഒരു ഫുൾ ഫ്ലെഡ്ജ് സൂപ്പർ ഹീറോ വൈബിലല്ല. ബാറ്റ്മാൻ റിയൽ ലൈഫിൽ ഉണ്ടെങ്കിൽ എത്രത്തോളം ഗ്രൗണ്ടഡ് ആയിരിക്കും ആ ഒരു ബാറ്റ്മാന്റെ ക്യാരക്ടർ, അതാണ് പുള്ളിക്കാരൻ നമ്മളെ കാഴ്ചവെച്ച് വന്നിട്ടുള്ളത്. അതേ സെയിം കാര്യം തന്നെയാണ് ഒഡീസസിന്റെ ഈ ഒരു ജേർണിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം നിങ്ങൾ ആക്ച്വലി മിത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറേയധികം എന്താ പറയണ്ടത് മാജിക്കൽ ആയിട്ടുള്ളത്, കുറേയധികം ഗോഡ്സിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇല്ലെന്നല്ല, ഇതിനകത്തുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ക്രിസ്റ്റോഫർ നോളൻ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ച് ആസ് ഒരു ഓഡിയൻസ് എനിക്ക് നല്ല രീതിയിൽ എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയൊരു കാര്യം എനിക്കൊരു സിനിമയ്ക്കകത്ത് ഭയങ്കര പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ള ഇതൊരു ഹൊറർ ഫിലിം കൂടി തന്നെയാണ്. നമുക്കിനകത്ത് കുറേയധികം ബോഡി ഹൊറേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്റെ പൊന്നു സൈക്ലോപ്സ്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ക്രിസ്റ്റോഫർ നോളൻ ഒരു ഹൊറർ ഫിലിം എടുക്കേണ്ടത് തന്നെയാണ്. പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫുൾ ഫ്ലെഡ്ജ് ഹൊറർ ഫിലിം കിട്ടിങ്ങനെ വേറെ ലെവലായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ആ ഒരു ഹൊറർ ഫാക്ടർ അവർ അടിപൊളിയായിട്ട് തന്നെ ഈ പടത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് നോളന്റെ പടത്തിനകത്ത് ഇതേപോലുള്ളൊരു ഹൊറർ ഏരിയ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ പൊളിച്ചെടുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പടത്തിനകത്തുള്ള കാസ്റ്റിലേക്ക് തന്നെ നമുക്ക് നോക്കാം. വലിയൊരു കാസ്റ്റ് നേരെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഓരോരുത്തരെയും കുറിച്ച് പറയാൻ പോയിരുന്നതിന് അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ട തന്നെ മാറ്റ് ഡാമന്റെ ക്യാരക്ടർ തന്നെയാണ്. പുള്ളിക്കാരന്റെ ഒഡീസിന്റെ ക്യാരക്ടറിനെ വേറെ ലെവലായിട്ട് തന്നെ മാറ്റ് ഡാമൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഈ ഒരു ക്യാരക്ടർ ഇത്രത്തോളം ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നൊരു കാര്യം. അതേ ഞാൻ നേരത്തെ പറഞ്ഞ ട്രോയ് ഫിലിം കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ അത് ഒബ്വിയസ്ലി ബ്രാഡ് പിറ്റിന്റെ അക്ലീസിന്റെ ക്യാരക്ടർ തന്നെയാണ്. അതിനകത്ത് ഒഡീസിന്റെ ക്യാരക്ടർ ഉണ്ട്. ഷോൺ പെന്നെ കണ്ടായിരുന്നു ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമുക്ക് അത്രത്തോളം ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് അതിനകത്ത് അത്ര ലൈക്കബിൾ ആയിട്ട് എനിക്ക് തോന്നില്ല. പക്ഷെ ഈ ഒരു പടത്തിനകത്ത് ഒഡീസിന്റെ ക്യാരക്ടറിനെ വേറെ ലെവലായിട്ടാണ് മാറ്റ് ഡാമൻ ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു സിനിമയുടെ വൺ ഓഫ് ദ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ടോം ഹോളണ്ട് ആണ് ഈ ഒരു സിനിമയ്ക്കകത്ത്. പുള്ളിക്കാരൻ വലിയ കുഴപ്പമില്ലാതെ പുള്ളിക്കാരൻ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ റോബർട്ട് പാറ്റ്സൺ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പുള്ളിക്കാരൻ ഒരു എന്താ അടിപൊളിയായിട്ട് ഇതിനകത്ത് പുള്ളിക്കാരന്റെ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ സെന്തിയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വേറെയും കുറെ കാസ്റ്റ് നമുക്ക് ഇതിനകത്തുണ്ട്. അവരെല്ലാവരും അവർക്ക് കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അടിപൊളിയായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഓവറോൾ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെയാണ് ക്രിസ്റ്റോഫർ നോളന്റെ പുതിയ സിനിമയായിട്ടുള്ള ദ ഓഡിസിയെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. പിന്നെ ഈ ഒരു സിനിമയുടെ റൺ ടൈം 3 മണിക്കൂറിൽ കൂടുതൽ തന്നെയുണ്ട്. അത് അവർ നന്നായിട്ട് അവർക്ക് ആക്ച്വലി ആ ഒരു റൺ ടൈം അവർക്ക് ചെയ്യാൻ സാധ്യതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഒരു രീതിയിലും എനിക്കിത് ഇവിടെ നിന്ന് കുറച്ച് കുറയ്ക്കായിരുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് കൂട്ടായിരുന്നു എന്നുള്ള രീതിയിലൊന്നും എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. നല്ലൊരു റൺ ടൈം ആണ് ഈ ഒരു സിനിമയ്ക്കകത്തും അവർ നമുക്ക് തന്നിട്ടുള്ളത് തന്നെ. സോ ഓവറോൾ എൻ്റെ ഈ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 10 ഔട്ട് ഓഫ് 10. നമ്മൾ ആക്ച്വലി കുറെ കാലം കൂടിയിട്ടാണ് 10 ഔട്ട് ഓഫ് 10 ഒരു പടം ഇതിനകത്ത് റിവ്യൂ ചെയ്യുന്ന നമ്മുടെ ചാനലിൽ. ഈവൻ ഞാൻ തന്നെ കാണുന്നത് കുറെ കാലം കൂടിയിട്ട് എല്ലാം 8 അല്ലെങ്കിൽ 9 വരെ എത്തിയിട്ടുള്ളൂ. ആൻഡ് ഈ വർഷത്തെ ഇനി നമുക്ക് സ്പൈഡർമാൻ ലഭിക്കുന്നുണ്ട്. അതൊരു 10 ഔട്ട് ഓഫ് 10 ആകട്ടെ എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഓവറോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളോട് ഇത്രയും പറയുള്ളൂ, എത്ര വലിയ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ അത്രയും വലിയ സ്ക്രീനിൽ പോയി ഈ ഒരു പടം കാണൂ. ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതൊരു മാസ്റ്റർ പീസ് ആയിട്ടുള്ളൊരു പടം തന്നെയാണ് ക്രിസ്റ്റോഫർ നോളന്റെ. സോ ഞാൻ നല്ല രീതിയിൽ തന്നെ ഹാപ്പിയായി ഈ ഒരു സിനിമ കണ്ടപ്പോൾ. നല്ലൊരു എന്റർടൈനർ ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി. നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ക്രിസ്റ്റോഫർ നോളന്റെ പടം ഏതാന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. ഡാർക്ക് നൈറ്റ് ആരും പറയരുത്, അതെല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് തന്നെയാണ്. അതല്ലാതെ സൂപ്പർ ഹീറോ ഫിലിംസ് അല്ലാതെ വേറെ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് പടം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. എന്നോട് ചോദിക്കണത് അത് ഇൻസെപ്ഷൻ തന്നെയാണ്. പിന്നെ ഇൻട്രസ്റ്റെല്ലാർ ഞാൻ പറയും. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഓഡിസിയും ഇപ്പോൾ ആഡ് ഓൺ ആയിട്ടുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ. സിനിമ നിങ്ങൾ ഓരോരുത്തരും പോയി കാണും. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളും അതുകൂടാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് പരിഗണിക്കാവുന്ന തന്നെയാണ്. സോ അടുത്തൊരു വീഡിയോ കാണാം. സ്റ്റേ സേഫ് ഗൈസ്. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.